ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വന്ദന വർഷയെ ഓർത്ത് വിഷമിക്കുകയാണ്. ശ്യാം എന്താണ് ഫോൺ എടുക്കാത്തത്, ശ്യാമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഓർക്കുന്നു. കല്യാണ മണ്ഡപത്തിൽ വർഷയുടെ കൈ പിടിച്ചു വന്നത് ശ്യാമല്ലേ, അതെങ്ങാനും വിക്രമിന് ഇഷ്ടപ്പെടാതിരിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കുകയാണ്. വിക്രമിനെയും ശ്യാമിനോട് മോശമായിട്ട് പെരുമാറിയോ, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നു. വിക്രമിനെ ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും വർഷയെ രക്ഷിക്കണമെന്നൊക്കെ വന്ദന വിചാരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് വർഷ പ്രോഡക്റ്റ് ഒക്കെ ഓരോരുത്തർക്കായിട്ട് കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദന വർഷയെ കാണുന്നുണ്ട്. വർഷയ്ക്കും വന്ദനയെ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. വന്ദന ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ സെയിൽസ് ഗേൾ ആയിട്ടാണോ ജോലി ചെയ്യുന്നത്, ഓരോ പ്രോഡക്റ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. വർഷ ഇപ്പോൾ പറയുന്നുണ്ട്, ഏട്ടൻ എന്നെ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ഇനിയും കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രോഡക്റ്റുമായിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ പോകാൻ പറ്റത്തില്ല, ഞാൻ നിന്നെ വിടത്തില്ല, വീട്ടിൽ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്തായാലും നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷയെ നിർബന്ധിച്ചുകൊണ്ട് വന്ദന പോവുകയാണ്. വർഷ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, കോടീശ്വരന്റെ ഭാര്യയല്ലേ, കാറിലല്ലേ വരേണ്ടത്, സ്കൂട്ടറിൽ തനിച്ചാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, കോടീശ്വരന്റെ ഭാര്യ സെയിൽസ് ഗേൾ ആയിട്ട് ജോലി ചെയ്യുകയാണെന്നൊക്കെ. വർഷ അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടൻ എന്നെ ബിസിനസ് പഠിപ്പിക്കുകയാണ്, അല്ലാതെ വേറൊന്നുമല്ലെന്നൊക്കെ. ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ MD ആകാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. ഹരിതയോടും മനോജിനോടും വർഷ കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്. മനോജ് വിക്രം വരാത്തതിന്റെ പരാതിയൊക്കെ പറയുന്നുണ്ട്. വർഷ അപ്പോൾ വന്നോളുമെന്നൊക്കെ പറയുന്നു. ദിയമോൾ വർഷയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, വർഷയോട് സംസാരിക്കുന്നുണ്ട്. ദിയമോൾ പറയുന്നുണ്ട്, വർഷ ആന്റിയുടെ കമ്പനി എനിക്ക് കാണണമെന്നൊക്കെ. ആ സമയത്ത് വന്ദന ദേഷ്യപ്പെടുന്നുണ്ട്, നീ അവിടെയെങ്ങും പോകണ്ട, മര്യാദയ്ക്ക് ഇരുന്നോണമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, മോളെ വിഷമിപ്പിക്കാതെ, മോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. ദിയ പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ കമ്പനി പോലത്തെ കമ്പനിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ്. വന്ദന അപ്പോൾ ദിയമോളെ എടുത്തിട്ട് ആശ്വസിപ്പിക്കുകയാണ്, വിഷമിക്കേണ്ട, കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു. വർഷ പറയുന്നുണ്ട്, ഇനിയും പ്രോഡക്റ്റ് കുറച്ചു പേർ കൂടി കൊടുക്കാനുണ്ട്, ഞാൻ പോവുകയാണെന്ന്. വന്ദന അപ്പോൾ സമ്മതിക്കുന്നില്ല, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു. എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് വിക്രമിനെ കസ്റ്റമർ വിളിച്ച് പരാതി പറയുന്നുണ്ട്, പ്രോഡക്റ്റ് ഇതുവരെയും എത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വിക്രം അപ്പോൾ പറയുന്നുണ്ട്, കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ. എന്റെ ഭാര്യയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവളെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഈ പ്രോഡക്റ്റുമായിട്ട് അവളെ പിടിച്ചു പോയാൽ അവൾ തന്നെയാണ് കുടുങ്ങാൻ പോകുന്നത്, അതിലൊരു പേര് പോലും എന്റെ ഇല്ലെന്നൊക്കെ പറയുന്നു. അവൾ ജയിലിൽ പോയാലും എല്ലാവരും എന്നോട് സഹതാപം മാത്രമേ തോന്നത്തുള്ളൂ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, അവള് ചതിച്ചതായിട്ടേ വിചാരിക്കത്തുള്ളൂ എന്നൊക്കെ പറയാണ്. എനിക്ക് കോടികൾ ബിസിനസ് നഷ്ടമുണ്ടാക്കി അവൾക്ക് ഞാൻ ഇങ്ങനെയാണ് പണി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഫോൺ വെക്കുന്നുണ്ട്. വർഷ പ്രോഡക്റ്റ് വിൽക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. ആ സമയത്ത് വന്ദന ചോദിക്കുന്നുണ്ട്, ഈ ട്രെയിനിങ് പീരീഡ് എപ്പോ വരെ ഉണ്ടെന്നൊക്കെ. വർഷ അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടനാണത് തീരുമാനിക്കുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് ആകുന്നിടം വരെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ അകത്താകുമെന്നൊക്കെ. മനോജ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, ഇൻകം ടാക്സിന്റെ കാര്യമൊക്കെ ഓർത്തറിയാതെ പറഞ്ഞു പോയതാണെന്ന്. വർഷ അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടൻ ആ കാര്യത്തിലൊക്കെ പക്കയാണ്, എല്ലാം സൂക്ഷിച്ചാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. മനോജ് പറയുന്നുണ്ട്, വന്ദനേച്ചിക്ക് കൂടെ അവിടെ ഒരു ജോലി ശരിയാക്കി കൊടുക്കാനെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ജോലിയൊന്നും വേണ്ട, അനിയന്റെ ഔദാര്യത്തിൽ ജോലിയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട്, അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. മുത്തശ്ശിയും അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നല്ല ശമ്പളം തരുമല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പെട്ടെന്ന് വിക്രമിന്റെ കാറും വർഷയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വിക്രം കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.